പ്രശസ്ത സംഗീത സംവിധായകൻ SP വെങ്കടേഷ് അന്തരിച്ചു. അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന് ചെന്നൈയിലെ വീട്ടിൽ ഹിറ്റ്ലർ, കിലുക്കം, ധ്രുവം, ജോണി വാക്കർ, മിന്നാരം തുടങ്ങിയ 150-ലധികം ഗാനങ്ങൾക്ക് ഈണം പകർന്നു. വിടവാങ്ങിയത് തെന്നിന്ത്യൻ സിനിമകളുടെ സംഗീതരാജൻ. ശബരിമല സ്വർണ്ണ കവർച്ചാ വിഷയത്തിൽ സംഘർഷഭരിതമായി നിയമസഭാ സമ്മേളനം. സ്പീക്കറുടെ ചേംബറിലേക്ക് തുടർച്ചയായി ചാടിക്കയറാൻ ശ്രമിച്ച് പ്രതിപക്ഷ MLA-മാർ. വാച്ച് ആൻഡ് വാർഡുമായി തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട പാരഡി ഗാനം പാടി പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ട്. പ്രതിപക്ഷത്തിന് മാത്രമല്ല തനിക്കും അവകാശങ്ങളുണ്ടെന്ന സ്പീക്കർ. സ്പീക്കറുടെ മുഖം മറച്ചാണോ പ്രതിഷേധിക്കേണ്ടതെന്നും വിമർശനം. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ട് സ്പീക്കറുടെ ഒരു അന്ധനെ പോലെയാക്കി ഈ രീതിയിൽ ജനാധിപത്യം കൈകാര്യം ചെയ്തത് ശരിയാണോ? അത് ബഹുമാനപ്പെട്ട LOP പരിശോധിക്കേണ്ട കാര്യമാണ്. ഇവിടെ ജനാധിപത്യ രീതി എന്ന് പറയുമ്പോൾ ജനാധിപത്യ അവകാശം വെറും പ്രതിപക്ഷങ്ങൾക്ക് മാത്രമല്ല, സ്പീക്കർക്കുമുണ്ട്. സ്പീക്കറുടെ മുഖം പൂർണ്ണമായി മറച്ച് സ്പീക്കർക്ക് ആളുകളെ കാണാത്ത രീതിയിൽ കൈകാര്യം ചെയ്ത രീതി ശരിയായില്ല. പ്യൂർലി അൺഫെയർ ആണ്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ സഭ സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. SIT അന്വേഷണം വഴിമുട്ടിയെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുന്നുവെന്നും പ്രതിപക്ഷ നേതാവ്. സഭയ്ക്കകത്തും സമരം തുടരുമെന്നും VD സതീശൻ. സാർ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സമ്മർദ്ദം കൊണ്ടാണ് സാർ SIT ഇങ്ങനെ ചെയ്യുന്നത്. സാർ, അതുകൊണ്ട് ഞങ്ങൾ സമരം കടുപ്പിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഈ സഭയിലും ഞങ്ങൾ ആ സമരം ഈ സഭയ്ക്കകത്തേക്കും തുടരാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രതിപക്ഷത്തിന് വിഷയദാരിദ്ര്യമെന്ന് കുറ്റപ്പെടുത്തി മന്ത്രി MB രാജേഷ്. ഹൈക്കോടതിയിൽ നിന്ന് 2 കർണക്കുറ്റിക്ക് മടി കിട്ടിയെന്നും പരിഹാസം. വിഷയദാരിദ്ര്യം മൂലം ഇന്ന് ഒരു അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കാൻ പോലും അവർക്ക് കഴിയുന്നില്ല. എന്തൊരു അതിക്രമമാണ് സർ കാണിക്കുന്നത് എല്ലാ ദിവസവും. പ്രതിപക്ഷ MLA-മാരെ ഭരണഘടന പഠിപ്പിക്കണമെന്ന മന്ത്രി V ശിവൻകുട്ടി. സ്വർണ്ണ കവർച്ചയിലെ പാരഡി ഗാനവും സഭയിൽ ആലപിച്ച മന്ത്രി. യഥാർത്ഥത്തിൽ സ്വർണം കെട്ടത് ആരപ്പ? കോൺഗ്രസ് ആണ് അയ്യപ്പ. സംരക്ഷിക്കുന്ന ആരപ്പ? സോണിയാഗാന്ധിയാണ് അയ്യപ്പ. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ തന്ത്രി കണ്ഠർ രാജീവരുടെ ജാമ്യാപേക്ഷ വാദം കേൾക്കാൻ മാറ്റി. ഫെബ്രുവരി 9-ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ വിശദവാദം ആരംഭിക്കും. വാദം കേൾക്കുക 2 കേസുകളിലും. കേസിൽ കരട് കുറ്റപത്രം തയ്യാറായി. ഫെബ്രുവരിയിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ SIT. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് 9-ാം തീയതി ഹൈക്കോടതിയിൽ. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ ആരംഭിച്ച സമരം മാറ്റി. തീരുമാനം സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ ഉറപ്പുകളെ തുടർന്ന്. ആവശ്യങ്ങളിൽ ഒരാഴ്ചയ്ക്കകം തീരുമാനമെന്ന സർക്കാർ ഉറപ്പ് നൽകിയെന്ന സംഘടന. OPകളുടെ പ്രവർത്തനം ഇന്നു മുതൽ സാധാരണ നിലയിൽ. ഇന്ത്യ-US വ്യാപാര കരാറിന് ധാരണയായെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US തീരുവ 50% നിന്ന് 18% കുറയും. റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിക്കുമെന്നും ട്രംപ്. തീരുവ കുറച്ചതിന് ട്രംപിനോട് നന്ദിയെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോക സമാധാനത്തിന് ട്രംപിന്റെ നേതൃത്വം നിർണായകമെന്നും മോദി. കോട്ടയം മുണ്ടക്കയത്ത് ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് തീപിടിച്ചു. ബസ്സിലുണ്ടായിരുന്നത് 40ഓളം യാത്രക്കാർ. ആർക്കും പരിക്കില്ല. ബസ് പൂർണ്ണമായും കത്തി നശിച്ചു. തീപിടിച്ചത് മധുരയിൽ നിന്നും കോട്ടയത്തേക്ക് പോവുകയായിരുന്ന ബസ്സിന്.